എല്ലാവരുടെയും ഒരു പ്രധാന ഡൗട്ടാണ് എന്താണ് ഡേറ്റ ഫ്ലോ. ഡേറ്റ ഫ്ലോ എന്ന് വെച്ചാൽ പ്രൈമറി സോഴ്സ് ഓഫ് വെരിഫിക്കേഷൻ എന്നാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് മാത്രമാണ് ഡേറ്റ ഫ്ലോ. പ്രധാനമായും GCC കൺട്രിയിലേക്ക് ജോലി നോക്കുന്ന മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരാണ് ഡേറ്റ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ 4 വർഷം പഠിച്ചാണ് നേഴ്സ് ആയത്, 5 വർഷം പഠിച്ചാണ് ഡോക്ടർ ആയത്, എനിക്ക് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഇവിടെയാണ് എക്സ്പീരിയൻസ് എടുത്തിരിക്കുന്നത്, ഇന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ ജോലി ചെയ്തത്. അത് സിസ്റ്റമാറ്റിക്കലി GCC കൺട്രിയിലുള്ള അതോറിറ്റിക്ക് പ്രൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ ഫ്ലോ. ഡേറ്റ ഫ്ലോയുടെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 to 45 വർക്കിംഗ് ഡേയ്സ് ആണ്. പാസ്പോർട്ടിന്റെ കോപ്പി, 10th മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്തത്, ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്തത്, അവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നിർബന്ധമായും ഡേറ്റ ഫ്ലോയ്ക്ക് ആവശ്യമാണ്. നമ്മൾ ഡേറ്റ ഫ്ലോയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ല എങ്കിൽ ഡേറ്റ ഫ്ലോ നെഗറ്റീവ് ആകാൻ ചാൻസ് കൂടുതലാണ്. 30 to 45 ഡേയ്സ് എന്നുള്ള ഡ്യൂറേഷൻ മേ ബി 70 to 75 ഡേയ്സ് ആയിട്ട് ക്യാൻസൽ ആകാനും ചാൻസ് ഉണ്ട്. ഡേറ്റ ഫ്ലോ പോസിറ്റീവ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സംടൈംസ് ഡേറ്റ ഫ്ലോ നെഗറ്റീവ് ആകാനും ചാൻസ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനം നിർത്തി പോവുകയാണെങ്കിൽ, നമ്മൾ ഏത് GCC കൺട്രിയിലേക്കാണോ ഡേറ്റ ഫ്ലോയ്ക്ക് അപ്ലൈ ചെയ്തത് ആ കൺട്രിയിൽ നിന്ന് നമ്മൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലേക്ക് ഒരു മെയിൽ അയക്കും. ആ മെയിലിന് തിരിച്ച് റിപ്ലൈ ചെയ്തില്ല എങ്കിൽ പോലും ഡേറ്റ ഫ്ലോ നെഗറ്റീവ് ആകാൻ ചാൻസ് കൂടുതലാണ്. ഡേറ്റ ഫ്ലോ സബ്മിറ്റ് ചെയ്യുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൽ ID ഏതാണോ അത്, നമ്മൾ യൂസ് ചെയ്യുന്ന സെൽ നമ്പർ അതുകൂടി കൊടുക്കാൻ ശ്രമിക്കുക. GCC കൺട്രി അതോറിറ്റീസിന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായാൽ അവർ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. PFന്റെ പ്രൂഫും ലാസ്റ്റ് 6 monthsന്റെ സാലറി സ്ലിപ്പും സബ്മിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് റിവ്യൂ കിട്ടത്തുള്ളൂ. പോസിറ്റീവ് റിവ്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡേറ്റ ഫ്ലോ കഴിഞ്ഞിട്ട് എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് കൺട്രിയാണോ ചൂസ് ചെയ്യുന്നത് അവിടുത്തെ ലൈസൻസിങ് എക്സാം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. എക്സാം, എലിജിബിലിറ്റി, ഡേറ്റ ഫ്ലോ ഇതിനെല്ലാം മുന്നേ ആയിട്ട് നമുക്ക് ജെനുവിൻ ആയിട്ട് തോന്നുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു ഏജൻസിനെ ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്.